നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശ് സർക്കാർ വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഉജ്ജയിനിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും കുടുംബവും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്ത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സർക്കാർ വികസന പദ്ധതികളെക്കുറിച്ചുള്ള മുൻകൂർ വിവരങ്ങൾ ചോർത്തിയാണ് ഈ ഭൂമി ഇടപാടുകൾ നടത്തിയതെന്നാണ് പ്രധാന ആരോപണം. ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2023 മുതൽ മുഖ്യമന്ത്രി മോഹൻ യാദവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, മകന്റെ ഭാര്യ, മറ്റ് അടുത്ത ബന്ധുക്കൾ എന്നിവരുടെ പേരുകളിലാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 168 ഏക്കറോളം ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സർക്കാർ വരാനിരിക്കുന്ന വികസന പദ്ധതികൾക്കായി മാറ്റിവെച്ച ഭൂമിയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമാണ് മുഖ്യമന്ത്രിയും കുടുംബവും സ്വാധീനമുപയോഗിച്ച് സ്വന്തമാക്കിയത്. വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ പലതും ഇതിനകം തന്നെ വൻകിട ഹൗസിംഗ് പ്രോജക്റ്റുകളാക്കി മാറ്റി വലിയ ലാഭം കൊയ്യാനുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കൾ ആരംഭിച്ചതായും വിമർശനമുണ്ട്. വികസനത്തിന്റെ മറവിൽ നടന്ന ഈ വൻ ഭൂമി ഇടപാട് വിവരങ്ങൾ പുറത്തു വന്നതോടെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷവും ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഗുരുതരമായ ഈ അഴിമതി ആരോപണങ്ങളോട് മുഖ്യമന്ത്രി മോഹൻ യാദവോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ വീണ്ടും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വിറ്റ്സർലൻഡിൽ US-ഉം ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US പ്രസിഡന്റിന്റെ കടുത്ത ഭീഷണി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ശ്രമിച്ചാൽ ഇറാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും US മടിക്കില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് അടച്ചാൽ ഇറാൻ ബാക്കിയുണ്ടാകില്ലെന്ന് ഔദ്യോഗിക പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ പറയുന്നു. ലബനനിലെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെ ഇറാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ മുമ്പത്തേക്കാൾ രൂക്ഷമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. എന്നാൽ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് ഇറാൻ വക്താവ് മുഹമ്മദ് ബാക്കർ കാലിബാഫ് പ്രസ്താവനകൾ നടത്തുമ്പോൾ US ജാഗ്രത പാലിക്കണം. ഏത് സാഹചര്യവും നേരിടാൻ ഇറാൻ തയ്യാറാണെന്നും കാലിബാഫ് പ്രതികരിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചു. രാജ്യസഭാ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. തുടർന്ന് പാർട്ടിയുമായി ചേർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സജീവമാകാനാണ് താൽപര്യമെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ ലോറി പാഞ്ഞു കയറി 3 പേർ മരിച്ചു. ബസ് കാത്തുനിന്ന ആളുകളുടെ മുകളിലേക്ക് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലോറിക്കടിയിൽ കുടുങ്ങി. ഇവരുടെ മുകളിലേക്ക് ടിപ്പറിന്റെ മണ്ണും കല്ലുമെല്ലാം വീണു. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. സ്കൂളിലേക്കും മറ്റും പോകാനായി ബസ് കാത്തുനിന്നവർക്ക് മുകളിലേക്ക് മണ്ണ് കയറ്റിയ ലോറി മറിയുകയായിരുന്നു. 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഹരിലാൽ, കുടവട്ടൂർ സ്വദേശി അജയ്കുമാർ, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശി പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. വിദ്യാർത്ഥികളായ കുശാൽ, ഋഷഭ് ബോബൻ, നവനീത്, ജിബിമോൾ എന്നിവർക്കും ലോറി ഡ്രൈവർ ചവറ സ്വദേശി നിസാം എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ടിപ്പർ അമിത വേഗതയിലായിരുന്നെന്ന ആരോപണം പരിശോധിച്ച് കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. നിർത്തിയിട്ട കാറിന്റെ ഡിക്കി തുറക്കുന്നതിനിടെ കണ്ടെയ്നർ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കോയമ്പത്തൂർ ആണ്ടൂർ കുന്നത്തൂരമ്പാളയം സഞ്ജയ് രാജാണ് മരിച്ചത്. വടക്കഞ്ചേരിയിൽ ദേശീയപാതയ്ക്കരികിൽ ഇന്ന് രാവിലെ 7:20ഓടെയാണ് അപകടം. ദേശീയപാതയിൽ പാലക്കാട് ദിശയിൽ അണക്കപ്പാറ എക്സൈസ് ഓഫീസിന് എതിർവശത്ത് റോഡരികിൽ കാർ നിർത്തിയ ശേഷം മൊബൈൽ ഫോണിന്റെ ചാർജർ എടുക്കാനായി ഡിക്കി തുറന്നപ്പോഴാണ് ഇതേ ദിശയിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചത്. കടയ്ക്കലിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 14കാരൻ മരിച്ചു. കടയ്ക്കൽ മുകുന്നേരി പാലക്കൽ പുതുവിള പുത്തൻവീട്ടിൽ പരേതനായ C രാജു, സിന്ധ്യ P നായർ ദമ്പതികളുടെ മകൻ നവനീത് RS നായരാണ് മരിച്ചത്. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം. മടത്തറ കടയ്ക്കൽ റോഡിൽ
പാങ്ങലുംകാട് അമ്പാടി ജംഗ്ഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം. സ്കൂട്ടർ യാത്രക്കിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ അങ്കണവാടി ടീച്ചർ മരിച്ചു. തൃശൂർ പുതുരുത്തി സ്വദേശിനി ആലപ്പാടൻ വീട്ടിൽ വർഗീസിന്റെ ഭാര്യ മിനി വർഗീസാണ് മരിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി പുതുരുത്തിയിൽ ഇന്ന് രാവിലെ 9:30-യോടെയാണ് അപകടമുണ്ടായത്. വിമാനത്താവളത്തിലേക്ക് ഉംറ തീർത്ഥാടകരുമായി പോയ ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു. മട്ടന്നൂർ ശിവപുരത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 2-നുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകട സമയത്ത് ബസ്സിൽ 42 യാത്രക്കാരുണ്ടായിരുന്നു. മാനന്തവാടിയിൽ നിന്ന് ഉംറ തീർത്ഥാടകരുമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ബസ്സിൽ നിന്ന് പുക ഉയർന്നതോടെ യാത്രക്കാരെ ഉടൻ പുറത്തിറക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച ബജറ്റ് നടപടിയിൽ ഗുരുതര അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് കർണാടകയിലെ സ്വകാര്യ മദ്യ കമ്പനിയെ സഹായിക്കാനാണ് ഈ തീരുമാനമെന്നും ആരോപിച്ചു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി സ്പീക്കറുടെ ഡയസ് വളഞ്ഞ് മുദ്രാവാക്യങ്ങൾ മുഴക്കി. അതേസമയം മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ബെക്കാർഡി അഴിമതി ആരോപണം ചട്ടവിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കടുപ്പിച്ച് VM സുധീരൻ. മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേശന്റെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നത് വെള്ളാപ്പള്ളി നടേശനെ ആകെ പരിഭ്രാന്തനാക്കി. ശ്രീനാരായണ ഗുരുവും SNDP നേതൃത്വവും ഉയർത്തിപ്പിടിച്ച ഉദാത്തമായ ആശയങ്ങൾക്ക് വിരുദ്ധമായാണ് വെള്ളാപ്പള്ളി പ്രവർത്തിക്കുന്നത്. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും സുധീരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ജെ പോരാട്ടത്തിൽ ഓസ്ട്രിയയെ തകർത്ത് അർജന്റീന. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോളുകളുടെ മികവിലാണ് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. തുടർച്ചയായ 2ാം വിജയത്തോടെ അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് I പോരാട്ടത്തിൽ സെനഗലിനെതിരെ നോർവേയ്ക്ക് ആവേശജയം. ഈസ്റ്റ് റുദർഫിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് നോർവേ വിജയിച്ചത്. ഇതോടെ നോർവേ നോക്കൌട്ട് ഉറപ്പിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.